എനിക്കറിയായിരുന്നു. എന്നെങ്കിലും ഈ ഒരു ചോദ്യം നീ എന്നോട് ചോദിക്കുന്ന. നിന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞ അതിനൊരു വാക്കേ ഉള്ളൂ: ചതി. മാഷും കമലെടുത്തി എന്ന പാവങ്ങൾക്ക് വേറെ ആരും അറിയാത്തൊരു മുഖം കൂടിയുണ്ട്. നിന്റെ വിവാഹ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ മുഖം. നല്ലവരായി നിന്ന് അഭിനയിച്ച് അവര് നമ്മളെ വലിയൊരു ചതിയിൽ കൊണ്ട് പെടുത്തുകയായിരുന്നു. അർച്ചന ഒരിക്കലും ഒരു അമ്മയാവില്ലെന്ന് ഞാൻ അറിയുന്നത് വിവാഹ തീയതി വരെ നിശ്ചയിച്ചിട്ടാ. അപ്പോഴാ അർച്ചനയുടെ അച്ഛനെയും അമ്മയും ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. ഒരു വലിയ വീട്ടിലേക്ക് അവരുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ നിന്നാ ഇതൊക്കെ സംഭവിച്ചത്. എന്നെ പറഞ്ഞു പറ്റിച്ച് അവരെ ആഗ്രഹം നടപ്പിലാക്കി എന്നുള്ളതാ സത്യം. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം നിനക്ക് അർച്ചന വിവാഹം കഴിക്കേണ്ടി വന്നത്. എന്നെ അവര് ചതിച്ചു കളഞ്ഞു സച്ചി. എല്ലാം അറിഞ്ഞ നിമിഷം ഏട്ടത്തിക്ക് ആ വിവരം എന്നോട് പറഞ്ഞുകൂടായിരുന്നു. എന്തിനാ ഏട്ടത്തി അപ്പോഴും എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചത്? നിന്നോട് എല്ലാം പറയാന്ന് കരുതി തന്നെയാ ഞാൻ ഇരുന്നെ. പക്ഷേ പിന്നീട് ഞാൻ നിന്നെ കാണുന്നത് ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ചാ. നമ്മുടെ അച്ഛൻ ICUലും. ആ അവസ്ഥയില് ഞാനിതെല്ലാം നിന്നോട് പറഞ്ഞ നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും. അതച്ഛൻ അറിയുമ്പോ ആകെ തകർന്നു പോവും. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ നമ്മുടെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. എനിക്കപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നടാ. നമ്മുടെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പെട്ടെന്ന് നിന്റെ വിവാഹം കഴിഞ്ഞു. അച്ഛനിപ്പോ ജീവനോടെ ഉള്ളത് ഞാനെന്നത് മറച്ചു വെച്ചതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ചങ്കു പൊട്ടി മരിച്ചേനെ. അർച്ചനയുടെ അമ്മയച്ഛനും ചെയ്ത ചതിയില് പാവം നമ്മുടെ അച്ഛനെ കുരുതി കൊടുക്കണമായിരുന്നോ ഞാൻ? നീ എത്ര വേണേലും എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ കൊണ്ടതിന് കഴിയില്ല സച്ചി. ഞാൻ ചെയ്യയില്ല. ഏട്ടത്തി